ബംഗളൂരുവിലെ കഫയിൽ സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ചെന്ന സംശയം ബലപ്പെടുന്നു. ഇത് വ്യക്തമാക്കുന്ന അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. സ്ഫോടനത്തിൽ ഒരാൾ പിടിയിലായി എന്ന സൂചനയും വരുന്നുണ്ട്. മനീഷ് മൂർത്തി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ഭീകരപ്രവർത്തനമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന തെളിവുകളും സൂചനകളും വരുന്നുണ്ടോ? എസ്കൻ, ഗുഡ് മോർണിംഗ്. അതായത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനം തന്നെയാണ് എന്നുള്ളത് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ പോലീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ സ്ഥിരീകരിച്ച കാര്യം തന്നെയാണ്. IED സ്ഫോടനം തന്നെയാണ് നടന്നത് എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ടൈമർ ഉപയോഗിച്ചാണ് ഈ സ്ഫോടക വസ്തു ബ്ലാസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ടിഫിൻ കരിയറിൽ, അതായത് ഒരു ചൂറ്റുപാത്രത്തിലാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്തിരുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും നമുക്ക് നേരത്തെ തന്നെ അവിടെ നിന്നും ലഭിച്ചിരുന്ന സൂചനകൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഇത്തരത്തിലാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് ബാറ്ററികൾ, ഇന്നലെ ഈ പറഞ്ഞ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ബാറ്ററികൾ ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ടൈമറിന്റെ അവശിഷ്ടങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് എന്തായാലും പുറത്തു വരുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ പ്രത്യേകിച്ച് ബാംഗ്ലൂരു പോലെയുള്ള ഒരു സിറ്റിയിലാണ് ഈ ഒരു വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. ഭാഗ്യവശാൽ മാത്രമാണ് ഇത്തരത്തിലൊരു 4 പേർക്ക് പരിക്കേറ്റുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോകാതെ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വിലയിരുത്തൽ. ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബംഗളൂരു നഗരത്തിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഇനി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ, 1 മണിക്കാണ് യോഗം, ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ കസ്റ്റഡിയിലുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തും എന്നുള്ളൊരു സൂചനകൾ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയിൽ മാധ്യമങ്ങളെ കണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഒക്കെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത് വളരെ വേഗത്തിൽ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്, പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത് ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ് എന്നുള്ളതാണ്. SKN സൂചിപ്പിച്ചതുപോലെ ഒരു അട്ടിമറി സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു സാധ്യത കൂടി എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കച്ചവടത്തിലുള്ള ഒരു വൈരാഗ്യം, അത് 6 മാസം മുമ്പാണ് ഈ പറഞ്ഞ രാമേശ്വരം കഫേ അവിടെ ആരംഭിക്കുന്നത്, വൈറ്റ്ഫീൽഡിൽ ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കച്ചവടത്തിലൊരു വൈരാഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എന്തായാലും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ 8 സംഘങ്ങളാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല ടൈമറിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന്, ടൈമർ ഉപയോഗിച്ചാണ് ഈ സ്ഫോടക വസ്തു നിയന്ത്രിച്ചിട്ടുള്ളത്, ടൈമറിന്റെ അവശിഷ്ടങ്ങൾ കൂടി അവിടെ നിന്നും ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു മനീഷ് മൂർത്തി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് സന്ദേശങ്ങൾ പ്രേക്ഷകർ അയക്കുന്നുണ്ട്. അവരയക്കുന്നത് കൂടുതലും സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്യാമ്പസിൽ രാഷ്ട്രീയം തന്നെ നിരോധിച്ചു കളയണം എന്ന രീതിയിലൊക്കെ പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയം നിരോധിക്കുന്നത് കൊണ്ട് ഗുണമില്ല. കാരണം രാഷ്ട്രീയം നിരോധിക്കുമ്പോൾ മറ്റു ചില ശക്തികൾ ക്യാമ്പസിൽ ശക്തിപ്പെടുന്നു എന്നാണ് അനുഭവങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് ലോബികളും മാഫിയ സംഘങ്ങളും പല ക്യാമ്പസുകളും പിടിമുറുക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നൊരു കാലത്ത് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യമാണ്. എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ അക്രമത്തിലേക്ക് വഴിതിരിയാൻ അനുവദിച്ചുകൂടാ. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവരെ സംരക്ഷിക്കില്ല എന്നൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടക്കില്ല. എന്ന് മാത്രമല്ല, നിയമത്തിൻ്റെ മുന്നിൽ മൂക്കുകുത്തി വീണ് അവസാനം ഇരുമ്പഴികൾക്കുള്ളിൽ ജീവിതം തൊലഞ്ഞു പോകുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കുട്ടികൾ ഇതിൽ നിന്ന് ഇറങ്ങിത്തിരിക്കില്ല. കുട്ടികൾക്ക് എന്ത് വൃത്തികേട് ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ട് പുറത്ത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവരിതൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരുപാട് കുട്ടികൾ, സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നടുക്കമുണ്ടായ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും കടുത്ത നടപടികൾ തന്നെ വേണം. ഒറ്റ ഒരുത്തനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ അതേ അഭിപ്രായമാണ്.